ഓസ്ട്രേലിയയിൽ ഹൈ എഡ്യൂക്കേറ്റഡ് ആളുകൾക്ക് മാത്രമാണോ ജോലി സാധ്യത, അതോ അതിനെക്കാട്ടിലും കുറഞ്ഞ എഡ്യൂക്കേഷനുള്ള താഴെ ലെവലിലുള്ള ആൾക്കാർക്കാണോ ജോലി സാധ്യത എന്ന് ഒറ്റ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ മറുപടി പറയുക, താഴെയുള്ള സ്കില്ല് ജോബുകളുണ്ടല്ലോ. അപ്പോൾ സ്കില്ല് ജോബുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വെൽഡർ, ഒരു ടർണർ, ഒരു മെഷീനിസ്റ്റ്, ഒരു കാർപ്പൻ്റർ, അതുപോലെ തന്നെ ഒരു മേഷൻ, അതുപോലെ തന്നെ ടൈലിടുന്ന ആൾ, പെയിൻറ്റർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അവിടെ ഒരുപാട് ജോലി സാധ്യത ഉണ്ട്. ഈ കൺസ്ട്രക്ഷൻ മേഖല അങ്ങനെയൊക്കെ. ഇവരുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ IELTS അവർക്ക് ഇവിടെ ഇന്ത്യയിലെ എല്ലാ ITIകളിലും, IT എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഈ പറയപ്പെട്ട ട്രേഡുകളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. വെൽഡർ പഠിപ്പിക്കുന്നുണ്ട്, ടർണർ പഠിപ്പിക്കുന്നുണ്ട്, മെഷീനിസ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്, ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാർപ്പൻ്റർ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ ബ്ലാക്ക് സ്മിത്ത്, ഇങ്ങനെയുള്ള എല്ലാ ട്രേഡുകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുള്ള അവയർനെസ് ഇവിടെയുള്ള ജനങ്ങൾക്ക് കുറച്ച് കുറവാണെന്നുള്ളൂ. കാരണം അത്രയും ആൾക്കാരത് പോയി പഠിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് നല്ല രീതിയിൽ IELTS പാസ്സായാൽ ഈവൻ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്പീരിയൻസ് ആയി അവർക്ക് ചെയ്യാൻ പറ്റും. നല്ല സാലറിയും കിട്ടും. ഞാനീ പറയുന്നൊന്ന് സൈറ്റ് എടുത്ത് ഇത് കാണുന്നവരൊന്നും നോക്കണം. അതായത് www.seek.com.au SEEK.com.au. അതിന് ഫോണിൽ ആപ്പും ഉണ്ട്. വെറുതെ ചുമ്മാ ഒന്ന് കാർപ്പൻ്ററെന്നോ അല്ലെങ്കിൽ വെൽഡറെന്നോ ഏതെങ്കിലും ഒരു ജോബ്, ഇവിടെ താഴെയുള്ള ഏതെങ്കിലും ഒരു ജോബ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ആ ജോബിന് എത്ര വേക്കൻസി അവിടെ ഉണ്ട്, എന്താണ് അതിൻ്റെ സാലറി എന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും.